ഇരവിപുരത്ത് അനിയൻ ചേട്ടനെ തലക്കടിച്ചു കൊന്നു. അനിയൻ കെനിലാണ് ചേട്ടൻ അനിലിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. കെനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. കുഞ്ഞുങ്ങളുണ്ടാവാത്തത് ദുർമന്ത്രവാദം കാരണം അയൽവാസികളെ യുവാവ് വെട്ടിക്കൊന്നു. മധ്യപ്രദേശിലെ സിംഗ്രൌളിയിലാണ് യുവാവ് 2 അയൽവാസികളെ വെട്ടിക്കൊന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് അയൽക്കാർ ദുർമന്ത്രവാദം ചെയ്തതിനാലാണെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. സംഭവത്തിൽ പ്രതിയായ ഛത്രപതി സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് അതിദാരുണമായ കൊലപാതകം നടന്നത്. ഛത്രപതിക്ക് കുട്ടികളില്ലാത്തതിനാൽ വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. ഛത്രപതിയുടെ ഒരു കുഞ്ഞിനെ ഗർഭാവസ്ഥയിലിരിക്കെ തന്നെ ജീവൻ നഷ്ടമായിരുന്നു. ഇതിന് പിന്നിലെല്ലാം അയൽക്കാരുടെ ദുർമന്ത്രവാദമാണെന്നാണ് ഛത്രപതി പറയുന്നത്. ഇന്നലെ അയൽക്കാരനായ കേവൽ സിംഗിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഫൂൽമതിയെയും വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പൂജ നടക്കുന്നുണ്ടെന്ന വ്യാജേനയാണ് ഇരുവരെയും വീട്ടിലെത്തിച്ചത്. ശേഷം കോടാലി ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ ഛത്രപതി അവരെയും ആക്രമിക്കാൻ ശ്രമിച്ചു. കേവൽ സിംഗും ഭാര്യയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഭാര്യ സഹോദരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് കഠിന തടവും പിഴയും. വസ്തുതർക്കത്തെ തുടർന്ന് ഭാര്യ സഹോദരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിക്ക് 4 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ നൽകി ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 3 ജഡ്ജി എച്ച് ഷുഹൈബ് ഉത്തരവായത്. കുത്തിയത്തോട് എഴുപുന്ന സൗത്ത് കൂവക്കാട്ടുതറ വീട്ടിൽ സോമനെയാണ് ശിക്ഷിച്ചത്. 2020 ജൂൺ 27 രാത്രി 9-നായിരുന്നു സംഭവം. പ്രതി സോമന്റെ ഭാര്യയുടെ സഹോദരൻ കൂവക്കാട്ടുതറ വീട്ടിൽ ശശിയെ വെട്ടരിവാൾ കൊണ്ട് ഇടതുപെടലിക്കും കവിളിലും വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മരംവെട്ടുകാരനായ പ്രതി മീൻ പിടിച്ച് ജീവിക്കുന്ന ശശിയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ആക്രമിച്ചതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. പ്രതി സോമൻ ഇതേ ഭാര്യ സഹോദരനെ വീണ്ടും ആക്രമിച്ച കേസിൽ ചേർത്തല അസിസ്റ്റന്റ് സെഷൻസ് കോടതി 7 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന പ്രതിയെ വിധി കേൾക്കാൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മഞ്ചേശ്വരം ഇരട്ട കൊലപാതകം. പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. എന്താണ് സംഭവിച്ചതെന്നും കൊല നടത്തിയത് എങ്ങനെയെന്നും പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് 18 വയസ്സുള്ള ഏകമകൾ മറിയം ജുമയിലെയും ബന്ധു ഷേഖുഞ്ഞിനെയും ഉമർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉമർ ഫറൂഖും ഭാര്യ താഹിറയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് 2 കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ഷേഖുഞ്ഞിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പുതിയ കത്തി വാങ്ങിയാണ് പ്രതി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതിയുടെ ഭാര്യ താഹിറയും ബന്ധുക്കളും അയാൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്.